ആദിയിൽ ശങ്കരൻ തോറ്റു മടങ്ങുമ്പോൾ ആദ്യമായി ചോരയ്ക്കൊരു നിറമായി. ശങ്കരനാരായണ ക്ഷേത്രത്തിൽ വിശ്രമം കഴിഞ്ഞ് ആദി ശങ്കരാചാര്യർ ഇതുവഴി വരും. ഗുരുവിന് അകമ്പടിയായി നിങ്ങൾ രണ്ടുപേരും മുന്നിൽ തന്നെ വേണം. അദ്വൈത വേദാന്തത്തിലെ ഏറ്റവും ഉന്നതനായ ബ്രഹ്മജ്ഞാന ഗുരുവാണ് അദ്ദേഹം, ബ്രാഹ്മണ ഗുരു. ഗുരുവിന് അകമ്പടിയായി നിങ്ങൾ രണ്ടുപേരും മുന്നിൽ തന്നെ വേണം. വല്ല കീഴ്ജാതിക്കാരുമുണ്ടെങ്കിൽ അവരോട് മാറി നിൽക്കാൻ പറയണം. വഴിമാറണ പുലയാ. ഇതാരാ വരുന്നതെന്നറിയോ? ബ്രാഹ്മണ ഗുരു. എന്റെ ഒക്കത്തന്റെ കിടാവും തോളത്ത് മാറാപ്പും. എനിക്ക് വഴിമാറാൻ പറ്റില്ല. ധിക്കാരം പറയുന്നോ? കൊത്തി കഷ്ണമാക്കും നിന്നെ. ഏങ്കളെ കൊത്തിയാലും ഈങ്കളെ കൊത്തിയാലും ചോര ഒന്നല്ലേ തമ്പ്ര. നീയൊന്ന് മാറി നിന്നാൽ എന്താ അലങ്കാര? എന്താണ് മാറേണ്ടത്? എന്റെ ശരീരമാണെങ്കിൽ അത് നശിച്ചു പോകുന്നതാണെന്ന് നിങ്ങളിതാ പ്രഭാഷണം നടത്തിയില്ലേ? അല്ല, ജീവനാണ് മാറുന്നതെങ്കിൽ എന്നിലും നിങ്ങളിലും ഒരേ ജീവനല്ല തമ്പ്ര. നിങ്ങൾ ഇത്രയും കുറഞ്ഞ ജാതി ദൂരെപ്പോ പോലെയാ. ഏങ്കളെ കൊത്തിയാലും ഈങ്കളെ കൊത്തിയാലും ഒന്നല്ലേ ചോര ചൊവ്വറെ. പിന്നെന്തിനു ചൊവ്വറെ കുലം പിശകുന്നു? ബ്രാഹ്മണകുലത്തിൽ തന്നെ അപമാനം. ബ്രാഹ്മണഗുരു പുലയന്റെ പാദം നമസ്കരിച്ചെന്നോ? അതെ, നമ്മൾ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. ഒത്തി വീഴ്ത്താമായിരുന്നില്ലേ ആ പൊട്ടം പോലേനെ? വീഴ്ത്താമായിരുന്നു, പക്ഷെ ഗുരു വിട്ടില്ല. പുലയൻ ഇന്നവൻ ഗുരുവിനെ ചോദ്യം ചെയ്തു, നാളെ അവൻ ബ്രാഹ്മണ സമൂഹത്തെ ചോദ്യം ചെയ്യും. കത്തിക്കണം, കത്തിച്ച് ഭസ്മമാക്കണം, തെളിവ് പോലും ഇല്ലാതാക്കണം.